ഞാൻ പറയുന്നത് ഇപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ പ്രോത്സാഹനവും വിമർശനവും ഒക്കെ ഒരു സിനിമയ്ക്ക് ഉണ്ടാകാം. അത് സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ ധർമ്മമാണ്. ഒരു സിനിമ കണ്ടിട്ട് എല്ലാവരും നല്ലതാണെന്ന് പറയണമെന്നില്ല. അപ്പോൾ മോശവും നന്മയും ഒക്കെ പറയാം. അതിനെ നമ്മൾ തീർച്ചയായിട്ടും സ്വീകരിക്കാൻ, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അവർ തരുന്ന പ്രോത്സാഹനത്തിനോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കണം. ഇപ്പോൾ എന്നും നല്ലത് മാത്രം നമുക്കൊരിക്കലും ഒരാളിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. വ്യത്യസ്തരായ ആളുകൾ, വ്യത്യസ്തരായ മാനസിക സ്ഥിതിയുള്ള ആളുകളാണ് ഈ സോഷ്യൽ നെറ്റ്വർക്കിലൊക്കെ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നവർ. അപ്പോൾ അവരോട് നമുക്ക് ബഹുമാനം വേണം. പിന്നെ എനിക്കൊരു അപേക്ഷയുള്ളത്, സിനിമ കണ്ടതിന് ശേഷം മാത്രമേ വിമർശിക്കാവുള്ളൂ. സിനിമ കാണാതെ ആരെങ്കിലും പറഞ്ഞത് കേട്ട് വിമർശിക്കുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. ഞാൻ ഇതുവരെ ഒരു സിനിമ കാണാതെ ആ സിനിമയെ വിമർശിച്ചിട്ടില്ല, ഒരിക്കലും വിമർശിക്കുകയുമില്ല. സിനിമ കണ്ടതിന് ശേഷം അവർക്ക് തോന്നുന്ന അഭിപ്രായം അവരറിയിക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? കാരണം അവർ പൈസ മുടക്കി കണ്ട സിനിമ അവർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരറിയിക്കട്ടെ. ഇന്ന് അറിയിക്കാനുള്ള ഒരു വേദി അവർക്ക് ഒരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ എന്തും അറിയിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാത്തിനും ഒരു സംസ്കാരം ഉണ്ടായാൽ മതി, അത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടായാൽ മതി. അല്ലാതെ ആരെയും നശിപ്പിക്കാൻ ഒരു നെറ്റ്വർക്കും ഒന്നും ചെയ്യാം. ഒരു നെറ്റ്വർക്ക് വിചാരിച്ചാലും ഒരാളെ നശിപ്പിക്കാൻ പറ്റില്ല. വിജയിക്കേണ്ടത് വിജയിച്ചേ പറ്റൂ. ഒരു ഫാൻസ് അസോസിയേഷൻ വിചാരിച്ചാലും ഒരു സിനിമയെ വിജയിപ്പിക്കാനും പറ്റില്ല, പരാജയപ്പെടുത്താനും പറ്റില്ല. വിജയിക്കേണ്ടത് ഇവിടെ വിജയിച്ചേ പറ്റുള്ളൂ. കാരണം ഇവിടെ ഇതിലൊന്നും പെടാത്ത സാധാരണക്കാരായ ജനങ്ങളാണ് ഒരു സിനിമയെ സൂപ്പർ ഹിറ്റാക്കുന്നത്. ആ ജനങ്ങളാണ് എന്നും എക്കാലത്തും, അത് പിന്നെ സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിൽ പോലും എങ്ങും ഇല്ലാതെ നിൽക്കുന്ന സിനിമ, വളരെ സ്ട്രേറ്റ് ഫോർവേഡായി സിനിമ കാണുന്ന അല്ലെങ്കിൽ വോട്ട് ചെയ്യപ്പെടുന്ന ആളുകളാണ് ഇവിടെ സിനിമയുടെ വിജയത്തിന് പിന്നിലും രാഷ്ട്രീയത്തിലായാലും വിജയത്തിന് പിന്നിലും. അപ്പോൾ അതുകൊണ്ട് അത്തരം ഓഡിയൻസ് തീർച്ചയായിട്ടും നല്ല സിനിമകൾ സ്വീകരിക്കും, വിജയിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതായത് ഈ സിനിമ ഇപ്പോൾ സാറ്റലൈറ്റിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞാൽ, ഈ സാറ്റലൈറ്റിൻ്റെ പൈസ കിട്ടുകയും അതിനുള്ളിൽ സിനിമ തീർക്കുകയും പടം റിലീസിന് മുമ്പ് തന്നെ ഞങ്ങൾ ലാഭമാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇവിടെ രൂപപ്പെട്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പാടില്ലത്. കാരണം നമുക്ക് ഒരു സിനിമ മേക്കിംഗ് സൈഡിൽ ഭംഗിയാകണം. അത് സാറ്റലൈറ്റിനുള്ളിൽ പടം തീർക്കാനാണെങ്കിൽ ഈ സിനിമ ചാനലുകാർ ചിന്തിച്ചിട്ടുണ്ടാവും, അവർക്ക് തന്നെ ചെയ്തുകൂടാന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ചില പ്രവണതകൾ, അതായത് വന്നതുകൊണ്ടാവാം സാറ്റലൈറ്റിൻ്റെ ഭാഗത്ത് ഈ ഉപരോധം ഉണ്ടായത്. പക്ഷേ ഞാൻ വളരെ സത്യസന്ധമായി പറയുന്നു, ഞാനടക്കമുള്ള ഇവിടുത്തെ പല സംവിധായകരും ഒരിക്കലും സാറ്റലൈറ്റ് പൈസയിൽക്കുള്ളിൽ പടവും തീർത്ത് ചുരുട്ടിക്കൂട്ടി 2 ദിവസം കഴിയുമ്പോൾ തിയേറ്ററിൽ നിന്ന് പടവും എടുത്ത് പടത്തിന് റേറ്റിംഗും ഇല്ലാത്തൊരവസ്ഥ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ സിനിമയിൽ കഥ ആവശ്യപ്പെടുന്ന, സബ്ജക്റ്റ് ആവശ്യപ്പെടുന്ന ബഡ്ജറ്റ് എപ്പോഴും ചിലവാക്കി ഒരുവിധം വൃത്തിയോടുകൂടി തന്നെ, ആരെയും വഞ്ചിക്കാതെ, നമ്മുടെ മനസാക്ഷിയെ വഞ്ചിക്കാതെ തന്നെയാണ് നമ്മൾ ഫിലിം മേക്ക് ചെയ്തിട്ടുള്ളത്. അല്ല ഒരിക്കലും സാറ്റലൈറ്റിൻ്റെ കിട്ടിയപ്പോൾ തന്നെ ലാഭമായി എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു മേക്കിങ്ങും ഞാൻ ഉൾപ്പെടെയുള്ള പല സംവിധായകരും ചെയ്യാറില്ല. ഈ മലയാള സിനിമയിലെ മാറ്റങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പം നമ്മുടെ ഈ ഫിലിമിലല്ല ഷൂട്ട് ചെയ്യുന്നത്, ഇതിപ്പം നമ്മൾ HD-യിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അങ്ങനെയുള്ള മാറ്റങ്ങൾക്കൊക്കെ നമ്മളും വിധേയരാകേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഡെവലപ്പിങ്ങും പ്രിൻറ്റിങ്ങും ഒന്നും ഇല്ലാത്തതുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ എന്ത് പുതിയ മാറ്റമാണ് ഇവിടെ, എന്നും രസിക്കുന്ന സിനിമ ഇവിടെ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഈ അടുത്ത കാലത്ത് നമുക്ക് ഏറ്റവും അധികം കളക്ട് ചെയ്ത സിനിമയാണ് ദൃശ്യം. ആ ദൃശ്യത്തിൽ എന്ന് പറഞ്ഞ സിനിമയുടെ കഥാപറച്ചിലോ മേക്കിങ്ങിലോ ഒരു പുതിയ തരംഗമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നീറ്റായി കഥ പറഞ്ഞു, നീറ്റായി സ്ക്രിപ്റ്റ് എഴുതി, നീറ്റായി കഥ പറഞ്ഞു എന്നുള്ളതാണ്. നീറ്റായി ആർട്ടിസ്റ്റുകളെ കൊണ്ട് പെർഫോം ചെയ്യിച്ചു. അപ്പോൾ ആ രീതി തന്നെയാണ് എക്കാലത്തെയും മികച്ച ഫോർമുല, എക്കാലത്തെയും നല്ല ഫോർമുല അത് തന്നെയാണ്. നന്നായി എഴുതുക, നന്നായി എടുക്കുക, നന്നായി പെർഫോം ചെയ്യിക്കുക. ഞാൻ അടുത്ത ചിന്ത എന്ന് പറഞ്ഞാൽ, നേരത്തെ തന്നെ രാജേഷ് നാരായണൻ എന്ന് പറഞ്ഞ ഒരാളുടെ തിരക്കഥയിൽ മമ്മൂക്കയെ വെച്ചിട്ടുള്ളൊരു പടമാണ്. അത് ഒരു ദുബായ് ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ദുബായിലെ ഹോട്ടലുകളിൽ നമുക്കറിയാം ബൗൺസേഴ്സ് ഉണ്ട്, ബൗൺസർമാർ. അപ്പോൾ ബൗൺസറായിട്ടാണ് ഇതിനകത്ത് മമ്മൂക്ക അഭിനയിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള, ഒരുപാട് രസങ്ങളുള്ള, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയായിരിക്കും അത്. എന്തായാലും ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത വർഷം ആ സിനിമയായി നടക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു.